Hi, ma'am. Good morning, good evening to this podcast. Good evening. മാം ലേഡി വിത്ത് വിങ്സ് എന്നൊരു മൂവി ഞാൻ 26 റിലീസ് ചെയ്യുവാണ്. പ്രൊഡക്ഷനും ഡിറക്ഷനും ഞാൻ തന്നെയാണ്. അപ്പം വനിതകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ഒരു വളർച്ച, അതായത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്ത്രീകളായി എങ്ങനെ തീരാം എന്നുള്ളൊരു മെസ്സേജാണ് സിനിമയിലൂടെ ബിന്ദു എന്ന കഥാപാത്രം. മാമിന്റെ പേര് തന്നെയാണ്, കോയിൻസിഡൻസ്. അപ്പൊ ബിന്ദുയുടെ ഒരു യാത്രയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വരുന്ന ഒരു സാധാരണ സ്ത്രീയായിരിക്കുന്ന ബിന്ദു പിന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സ്ത്രീയായി എങ്ങനെ മാറുന്നു, അവളുടെ ലൈഫിന്റെ ജേണി അവളെ കൊണ്ട് എത്തിക്കുന്നതാണ്. അതാണ് ഇതിന്റെ തീം. അപ്പോഴേ നല്ല ഇതിട്ടാണല്ലോ വനിതകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അതില് അങ്ങനെ ഒരു മെസ്സേജാണ് ഈ സിനിമയിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ സിനിമയിൽ പാട്ട് മാം കണ്ടെന്ന് തോന്നും. ഇതാണെടാ പെണ്ണ്, ഇതാവണമെടാ പെണ്ണ് എന്ന് തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകള് പാടി ഉറപ്പിക്കുമ്പോൾ ഒരു സാമ്പത്തിക ഭദ്രതയുടെ ഒരു അഭിമാനത്തോടു കൂടി സ്ത്രീകൾ പറയുന്നു. ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പദ്ധതി ഒരു 5 വർഷമായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തൊഴിലുറപ്പ് പദ്ധതി അതിലൂടെ കിട്ടുന്ന സാമ്പത്തിക ഭദ്രതയുടെ ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് ഞാൻ കാണുന്നത്. മാം ആക്ച്വലി ഈ ഒരു വനിതകളുടെ വികസനത്തിലും ശിശുക്കളുടെ വികസനത്തിലും നിൽക്കുന്ന ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ ഐ ആം വെരി പ്രിവിലേജ് ടു ഹാവ് യു ഹിയർ ഇൻ ദി സ്റ്റേജ്. അപ്പം മാം ആണ് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. തീർച്ചയായും വനിതകളുടെ ഒരു യാത്ര താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടുകൂടി സ്ത്രീകൾക്ക് സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായിരുന്ന കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിജിയുടെ UPA ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിജിയുടെ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ കോൺഗ്രസ് പാർട്ടി UPA സർക്കാർ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കായ സഹോദരിമാർക്ക് വീടുകളിലെ അടുപ്പുകളിൽ തീ പുകയാൻ അത് കാരണമാക്കുന്നു. അത് പിന്നീട് നമ്മുടെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചു വന്നപ്പോൾ ഒട്ടനവധി കുടുംബങ്ങളാണ് ആ പദ്ധതി രക്ഷപ്പെട്ടത്. ഇന്നിപ്പോ ഈ സിനിമ എടുക്കുന്ന സമയമായപ്പോഴേക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഏറെയുള്ളൊരു സമയമാണ് ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞ. അത് പ്രാവർത്തികമാകുമ്പോൾ എങ്ങനെയൊക്കെ ആകും. നേരത്തെ UPA സർക്കാർ കൊണ്ടുവരുന്ന നിയമമാണെങ്കിൽ അത് വളരെ കൃത്യമായിരുന്നു. 100 ദിവസം തൊഴിലുറപ്പാണ്. അത് തൊഴിലില്ലെങ്കിൽ കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ബാധ്യത അങ്ങനെ വരുന്നില്ല. അതുപോലെ തന്നെ ഫണ്ട് സംസ്ഥാന സർക്കാരുകൾ കൂടുതലായി ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പൊ സംസ്ഥാന സർക്കാരുകളുടെ ഫിനാൻഷ്യൽ ബർഡൻ കാരണം അത് എത്രത്തോളം നടക്കും, അങ്ങനെ പലവിധ ആശങ്കകൾ ഉയർന്നിരിക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഈ പദ്ധതി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആത്മവിശ്വാസം മുഖച്ഛായയും കുറച്ചുകൂടി മാറി വരുന്നു. കാര്യം സ്ത്രീകൾ സാമ്പത്തിക ഭദ്രത ഈ 100 ദിവസത്തെ പണിയാണെങ്കിൽ കൂടി ആ ഒരു കിട്ടുന്ന ഒരു സംഖ്യ ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ട് അത് അവരുടെ ഒരു ചെറിയ വീടിൻ്റെ ഒരു അടിസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു ഉത്തരം വെക്കാനോ അതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ പുരുഷന്മാർക്ക് ഒരുപക്ഷെ ഇത്രയും ഒരു തുക ഒന്നിച്ച് കിട്ടുമ്പോൾ അത് ബെവറേജിൻ്റെ കൗണ്ടറിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ആ ഒരു BPL സൈഡിൽ കാണുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്ത്, ആദ്യം തുടക്കത്തിൽ BPL വനിതകളായിരുന്നെങ്കിൽ മിഡിൽ ക്ലാസ് വനിതകളുടെ ഒരു പ്രവാഹം കൂടി കാണുന്നു. അതൊരു വലിയ മുന്നേറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. ശാക്തീകരണത്തിന്റെ ഏടുകളില് ഈ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്തുവാടി അതൊരു നീർക്കോലിയല്ലേ? പിന്നെ 365 ദിവസത്തിൽ ഈ 100 ദിവസം മാം പറഞ്ഞ പോലെ 100 ദിവസം സാമ്പത്തിക ഭദ്രത കിട്ടുമ്പോഴും ആ ബാക്കി ഒരു 265 ദിവസം അവിടെ ഒരു കാലിയായിട്ട് ഒരു വേക്കൻ്റ് ആയിട്ട് കിടക്കുകയും അതിലേക്ക് സ്ത്രീകളെ മുൻപോട്ട് കൊണ്ടുവരാൻ കുറേ വികസന പദ്ധതികൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഞാൻ ഒരു കോമൺ പബ്ലിക് എന്ന രീതിയിൽ നോക്കുമ്പോൾ, എനിക്ക് അധികം രാഷ്ട്രീയത്തിൽ അറിവില്ല എങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, എഴുത്തുകാരി എന്നുള്ള നിലയിലും ഒരു കോമൺ പബ്ലിക് ലേമാൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ബാക്കി ഒരു 265 ദിവസം കൂടി സ്ത്രീകൾക്ക്, കാര്യം സ്ത്രീകൾ അധ്വാനിക്കുന്ന പോലെ ആരും
വർക്കഹോളിക്കാണ് സ്ത്രീകൾ. ഒരിക്കലും ഒരു വർക്ക് കിട്ടിയാൽ ജനറലി നമുക്ക് എല്ലാത്തിലും എക്സെപ്ഷണൽ കേസ് ഉണ്ടല്ലോ. അപ്പൊ ഈ 265 ദിവസത്തെ ഒരു സമ്പാദ്യ പദ്ധതികളുടെ അവർ കയ്യിലെത്തിയാൽ, ഇപ്പൊ പഞ്ചായത്തുകളും വില്ലേജ് ഓഫീസുകളിലും ത്രൂ ആടിനെ കൊടുക്കുക, കോഴിയെ കൊടുക്കുക, താറാവ് കൊടുക്കുക എങ്കിൽ പോലും എല്ലാവരും അത് അവൈൽ ചെയ്യാതിരിക്കുകയും. നേരത്തെ പോയിരുന്ന എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കോഴിയെ വാങ്ങിക്കായിരുന്നു. എന്നാൽ അതിൽ നിന്നൊരു വലിയൊരു പെർമനന്റ് ഇൻകം, ഒരു എക്സ്പെക്റ്റഡ് ഇൻകം കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി ഒരു 265 ദിവസം കൂടി സ്ത്രീകൾക്ക് ഒരു സാമ്പത്തിക ഭദ്രത കിട്ടുന്ന ഒരു തൊഴിൽ പദ്ധതികൾ കൂടെ ഒരു വികസനത്തിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. സംസ്ഥാനത്തെ വനിതാ തൊഴിൽ വകുപ്പ് അത്തരം കാര്യങ്ങളിൽ വളരെ ക്രിയാത്മക ഇടപെടാൻ ആഗ്രഹിക്കുന്നു. പരമാവധി സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുത്ത് അവർ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത്തരം പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചു വന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതൊരു വലിയ ആശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്ത ഒരു ടാക്കിൾ ചെയ്യാൻ ഞാനൊരു ഒബ്സർവർ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു വനിത എന്ന നിലയിൽ കാണുന്നത് ശിശുക്കളുടെ വികസനത്തിനായി അവരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ശിശുക്കളുടെ ഒരു സുരക്ഷിതത്വം വീടുകളിൽ അല്ലെങ്കിൽ ക്രഷുകളിൽ അല്ലെങ്കിൽ ബേബി സിറ്റിംഗ് റൂമുകളിൽ ഉറപ്പുവരുത്താൻ കഴിയാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെന്ന് പെട്ടുവന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രതികരിക്കാൻ നമ്മളിപ്പോൾ പോക്സോ നിയമങ്ങളൊക്കെ വളരെ പ്രാബല്യത്തിലും വളരെ കർശനമായിട്ടിരിക്കുമ്പോൾ പോലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കുറേ അവസരങ്ങളും. എന്നാൽ കുറേ സ്ത്രീകൾ, അമ്മമാർ ഇതിനെക്കുറിച്ച് ബോധവതികളാവാതെ ഇപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന ആരുടെയും കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക. ഞാനൊരു സിറ്റുവേഷൻ കണ്ടത്, ഒരു വീട്ടിൽ വരുന്ന അങ്കിള് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോവുക. മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ഈ കുഞ്ഞ് ഈസ് അബ്യൂസ്ഡ്. അപ്പം ഒരു വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ ഒരു ഔട്ട്സൈഡർ വന്നാലും അമ്മ, മോനെ അല്ലെങ്കിൽ മോളെ അങ്കിളിന് ഉമ്മ കൊടു, അല്ലെങ്കിൽ അച്ചാച്ചന് ഉമ്മ കൊടു എന്ന് പറഞ്ഞ് അമ്മമാർ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കറിയില്ല വേർ ഇസ് ദ ബൗണ്ടറി. അപ്പം കുഞ്ഞുങ്ങളുടെ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മാം എന്ന നിലയിൽ നമുക്കത് എന്താ ചെയ്യാൻ കഴിയും? കാര്യം ഞാൻ ഒരുപാട് വളരെ വേഴ്സ് സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്, വിറ്റ്നസ് ആയും എനിക്കാകുന്ന രീതിയിൽ ഞാൻ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒറ്റാൾ പട്ടാളം കൊണ്ട് ഒന്നും നടക്കില്ലല്ലോ. അത് എന്നെയൊക്കെ അലോസരപ്പെടുത്തുന്ന സിറ്റുവേഷൻസ്. അതെ അതെ. കാരണം ആരുടെ കൈകളിലാണോ അല്ലെങ്കിൽ എവിടെയാണോ കുഞ്ഞുങ്ങൾ സുരക്ഷിതരെന്ന് നമ്മൾ വിചാരിക്കുന്നത് അവിടെ സുരക്ഷിതമല്ല എന്നുള്ള ഒരു അറിവ് അല്ലെ തിരിച്ചറിവ് അല്ലെ അങ്ങനൊരു അത് ഒരു പകച്ചു നിൽക്കുക, നമ്മൾ പകച്ചു നിൽക്കുന്ന അവസ്ഥ. കൊച്ചിനെ കൊണ്ടുപോടി. കഴിഞ്ഞ നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊന്നത് പ്രസവിച്ച അമ്മയും കൂടി കൂട്ടിയിരുന്നു. പിഞ്ചോമന ശരീരത്തിൽ ഇത്രയും ക്രൂരമായ ആക്രമണങ്ങൾ ഏൽപ്പിച്ചിട്ട് പ്രസവിച്ച അമ്മയ്ക്കൊരു വേദന തോന്നി. അമ്മയെന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറിപ്പോകും. ഇതുപോലെ പല കേസുകളും ഒരിക്കലും സംഭവിക്കും. ലോകത്തെ ഏത് കുഞ്ഞും ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് അമ്മയുടെ കൈകളിലും വീടുകളിലും ആകണമെന്നാണ് സങ്കല്പം. നമ്മുടെയൊക്കെ ജീവിത അനുഭവം നമ്മളെ അങ്ങനെ പഠിപ്പിച്ച്, നമ്മുടെ ഒരു തലമുറയുടെ ജീവിതാനുഭവം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പൊ അതിന് വ്യത്യസ്തമായി പലയിടങ്ങളും കാണുന്നു. കഴിഞ്ഞ ദിവസം കുമ്മടിയിൽ 17 വയസ്സുകാരനെ ക്രൂരമായി ഓമല്ലൂരില് ഉപദ്രവിച്ച സംഭവം, അതിന് ഒരു ദിവസവും ഇനി വാർത്തകൾ മനഃപൂർവ്വം ഇങ്ങനെയുള്ളത് കേൾക്കില്ല. കാര്യം അതിന്റെ ഒരു ട്രോമ കുറച്ച് ദിവസത്തേക്ക് നമ്മളെല്ലാം വല്ലാണ്ട് നെഞ്ചിലൊരു നീറ്റലായി, അത് ഹോണ്ടിങ് ആണ്. കാര്യം അത് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഇത്. അപ്പൊ വാർത്തകൾ ഇങ്ങനെയുള്ളത് ഞാൻ അവോയ്ഡ് ചെയ്യുമെങ്കിലും വിറ്റ്നസ് ആകേണ്ട ചില സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെ സമഗ്രമായ സുരക്ഷിതത്വം, അത് ഈ പറയുന്നത് പോലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഹോമിൽ വളരുന്ന കുഞ്ഞാണോ വീട്ടിൽ വളരുന്ന കുഞ്ഞാണോ എന്ന വ്യത്യാസമില്ല. ഇല്ലാതെ കേരളത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിന് ആവശ്യമായ സമഗ്രമായ ഇടപെടലാണ് വനിതാ ശിശു വികസന വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അതിന്റെ പദ്ധതികളും പരിപാടികളും തയ്യാറാക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊച്ചിയിൽ അടുത്ത മാസം പരിപാടിയുണ്ട്. ഞങ്ങള് എല്ലായിടത്തും ഒരു ശാസ്ത്രീയമായ പഠനത്തോടു കൂടിയും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് തന്നെ നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. ഒരു കുഞ്ഞിന്റെയും
എന്താ പറയാ അസാധാരണമായ കരച്ചിൽ നമ്മുടെ നാട്ടിൽ ഉയരാൻ പാടില്ല. ഇല്ല. കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന അമ്മമാർക്കൊരു അവയർനെസ് ക്ലാസ് എന്തുവായാലും വേണം. അമ്മമാർക്കും കുടുംബാംഗങ്ങൾ സമൂഹത്തിനും വേണം. മുമ്പൊക്കെ നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടങ്ങളില് നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലെ കുഞ്ഞും, എല്ലാ വീട്ടിലെ മക്കൾ എങ്ങോട്ട് പോകുന്നു എല്ലാവരും ശ്രദ്ധിക്കും. അതുപോലെ കൂട്ടുകുടുംബങ്ങളായതുകൊണ്ട് കുറച്ചുകൂടെ അണ്ടർ ഒബ്സർവേഷൻ ആണ്. ഒന്ന് കൂട്ടുകുടുംബം, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇടപെടും. നമ്മള് എവിടേക്ക് പോയാലും അപ്പൊ നമ്മുടെ വീട്ടിലറിയും. അങ്ങനെ ഒരു ഇത് ഇപ്പൊ ഈ നെടുമങ്ങാട്ടെ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ഞാനത് ഷോക്കിംഗ് ആയിപ്പോയി. ആ 1.5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിനെ പലതവണ ഈ ക്രൂരരായ രണ്ടാനച്ഛൻ എന്താ പറയാ നമ്മുടെ ടെറസിന്റെ സൺഷെയ്ഡിൽ നിർത്തിയിട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പൊ ആ കുഞ്ഞു ഉറപ്പാ കരയുമല്ലോ. അയലത്താർ നാട്ടുകാരൊന്നും കണ്ടില്ല, കണ്ടാൽ പറയില്ലേ അവരുടെ പ്രോബ്ലം അവര് അനുഭവിക്കട്ടെ. മീൻസ് ഒരു അപ്പം ഇത്രയേ ഉള്ളൂ. കുടുംബവും സമൂഹവും സർക്കാരും ഒരുമിച്ച് മുന്നേറിയാൽ മാത്രമേ, ഒരുമിച്ച് കൂട്ടായ ലക്ഷ്യത്തോടെ നിന്നാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം സാധ്യമാകും. ഉറപ്പാക്കാൻ നിയമം ഉറപ്പാതെ കൂട്ടണം. അതെ. പിന്നെ മാമിന്റെ ഒരു ടോക്ക് ഞാൻ ശ്രദ്ധിച്ചതില് സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്നുവെങ്കിലും ബാലാരിഷ്ടതകളിൽ നിന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ടെന്നും ശരിക്കും എനിക്ക് അതേ അഭിപ്രായമായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഏത് ലെവലിൽ ഏതുവരെ പ്രാപ്യമാണ് നമുക്ക്? തീർച്ചയായും അത് പൂർണ്ണമായും പ്രാപ്യമാകും. ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്ന ചെറുപ്പകാലത്ത് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിൽ എണ്ണി പറയാൻ പറ്റുന്ന വിരലിൽ ഉണ്ടാകുന്ന സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാലം മാറിയില്ല. അന്ന് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് അറിയാവുന്ന സ്ത്രീകളുടെ എണ്ണവും കുറവായിരുന്നു. ഇപ്പോഴും സ്വന്തം അസ്തിത്വമോ അല്ലെങ്കിൽ ഐഡന്റിറ്റി അറിയാതെ നിൽക്കുന്ന, ഐഡന്റിറ്റി അവകാശങ്ങൾ അറിയാത്ത നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മെഴുകുതിരി നാളം പോലെ ഒരുങ്ങിത്തീരുന്ന അമ്മമാരും സഹോദരിമാരും ഉണ്ട്. അവരോട് നമ്മൾ ചെന്ന് സ്ത്രീ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെ അങ്ങനെയൊക്കെ പോയാൽ പൊല്ലാപ്പാകില്ലേ, അതൊന്നും പോകണ്ട എന്ന് ചിന്തിക്കും. സോഷ്യൽ സ്റ്റിഗ്മയിൽ നിൽക്കുകയാണ് ഒന്നാമത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇല്ല. ഇപ്പൊ ഒരു സ്ത്രീ ഇന്ത്യൻ പ്രസിഡന്റ് ആയതുകൊണ്ടോ, മറ്റൊരു സ്ത്രീ സുപ്രീം കോടതി ജഡ്ജി ആയതുകൊണ്ടോ, ഇനി വേറെ ആരെങ്കിലും മന്ത്രിമാരായതുകൊണ്ടോ സ്ത്രീ ശാക്തീകരണം പൂർണ്ണമാവില്ല. മുഴുവൻ സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾ കിട്ടുന്ന, തടസ്സമില്ലാതെ കിട്ടുന്ന ഒരു കാലം. അതുപോലെ നിയമിക്കപ്പെടുന്ന നിർണായക സ്ഥലങ്ങളിൽ നിയമിക്കപ്പെടുമ്പോൾ ആരുടെയും ഔദാര്യമല്ലാതെ സ്വാഭാവിക പ്രക്രിയയിലൂടെ പകുതി സ്ത്രീകൾ വരുന്ന ഒരു സാഹചര്യം വന്നുവെങ്കിൽ മാത്രമേ നമുക്ക് സ്ത്രീ ശാക്തീകരണം പൂർത്തിയായി എന്ന് പറയാൻ കഴിയുള്ളൂ. അതിന്റെ വക്താവായി ആ ഒരു കൊടിയും പിടിച്ച് മാം പോവുകയും ഞങ്ങളെല്ലാം പുറകെ വരികയും ചെയ്യുന്ന ഒരു ഭാവി നമുക്ക് വിഭാവനം ചെയ്യാം. എനിക്കൊരു കഥകളിലൂടെയും കവിതകളിലൂടെയും എൻ്റെ സ്റ്റോറിയിലൂടെയും എനിക്ക് ചെയ്യാൻ പറ്റും. ബട്ട് യു പീപ്പിൾ ക്യാൻ ഡു മച്ച്. കുറച്ച് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. സമരസപ്പെടാനാകാത്ത സമരത്തിലാണ്. ആർക്കും എതിരായല്ല, മറിച്ച് അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തെ പൂർണ്ണമായി. ഇപ്പം പലരും ഞങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും സ്ത്രീകളില്ലേ, തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ ധാരാളമില്ലേ, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും സ്ത്രീകളല്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീ ശാക്തീകരണം നടക്കുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ച ഉത്തരവാണ് അതിനുള്ളത്. ഇനിയും സ്വന്തം എന്താ പറയുക, നേരത്തെ പറഞ്ഞ സ്വാഭാവിക പ്രക്രിയയിലൂടെ സ്ത്രീകൾ എത്താത്ത ഇടങ്ങളാണ് ഭൂരിപക്ഷം ഇടങ്ങൾ. നിയമനിർമ്മാണ സഭകളിൽ പോലും നിർണായക തീരുമാനം എടുക്കുന്ന വേദികൾ സ്ത്രീകൾ കുറവാണ് എല്ലാ മേഖലകളിലും. അപ്പൊ അതൊക്കെ മാറി നമ്മുടെ സമൂഹം സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെടാത്ത ഒരു സാമൂഹിക ക്രമം, അതിനായുള്ള പോരാട്ടത്തിലാണ് സർക്കാരിന്റെ നിലപാട് അതിൽ സ്ത്രീപക്ഷ നിലപാടാണ്. ഗ്ലോബലൈസേഷന്റെ ഭാഗമായ സ്ത്രീകൾക്ക് കുറെ കൂടെ അവയർനെസ് ഉണ്ടാവുന്നൊരു സത്യമാണ്. പക്ഷെ സ്റ്റെപ്പുകൾ എടുക്കാൻ എന്തോ ഒരു മടി മാത്രവുമല്ല, ഒരു കച്ചവട രീതിയിലേക്ക് അത് മാറ്റപ്പെട്ടു. ഇന്നാണ് എനിക്ക് ഒരാൾ പറഞ്ഞതുപോലെ, അലിഞ്ഞു തീരുന്ന സോപ്പിനും എരിഞ്ഞു തീരുന്ന ചന്ദനത്തിരിക്കും സ്ത്രീയുടെ ഇതില്ലാതെ മാർക്കറ്റിംഗ് നടക്കില്ല, ടെക്നോളജി ഇല്ല. അങ്ങനെയൊക്കെ അതിൽ മാത്രമല്ല, സ്ത്രീ ഒരു വ്യക്തിയാണ്, കേവലം ശരീരമല്ല. ആ ഒരു ബോധ്യം സമൂഹത്തിനുണ്ടാകും. ഇപ്പൊ സ്ത്രീയും പുരുഷനും അല്ലാതെ ഒരു അടുത്ത ജെൻഡർ, മറ്റേ ഒരു മൂന്നാമത്തെ ജെൻഡറിൽ കൂടി കൺസിഡർ ചെയ്ത് ഇൻക്ലൂസീവ് ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളിപ്പം സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ, അതൊരു വലിയ മാറ്റമാണ്. അവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ പറ്റത്തില്ല, അവർ നമ്മുടെ ഭാഗമാണ്. പിന്നെ സ്ത്രീ പുരുഷനായി മാത്രമായി അല്ല, ഒരു സ്പീഷീസ് മാത്രം വിചാരിച്ചാൽ മതി. മാൻകൈൻഡ് ഹ്യൂമൻ ബീയിങ് മാത്രം കൺസിഡർ ചെയ്യുക. അതാണ് നമ്മുടെ താല്പര്യം. പിന്നെ മാമിന്റെ മറ്റൊരു ടോക്കിൽ ഞാൻ കേട്ടത്, വനിതാ സംവരണം ആവശ്യമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെയൊക്കെയായിരുന്നു, ഈക്വൽ ജെൻഡർ.
എന്തിനാ വൈ ഷുഡ് ബി ഹാവ് ദാറ്റ് ഈക്വൽ, പിന്നെ ഒരു സംവരണത്തിന് ആവശ്യമേ ഇല്ല എന്ന് വിചാരിച്ച സമയമുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് ചെല്ലുമ്പോൾ സംവരണം ആവശ്യമുണ്ടെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ഇക്വാലിറ്റി ഓഫ് ജെൻഡറിൽ എത്തണമെങ്കിൽ നമുക്കൊരു ലെവലപ്പ് ആവശ്യമാണെന്നും അതുവരെ സംവരണം ആവശ്യമാണെന്നും വൺസ് ലെവലപ്പ് ആയി കഴിയുമ്പോൾ സംവരണം എടുത്തു കളയുന്നതിൽ പിൻവലിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം ആ ഒരു ലെവലിലേക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. സ്വാനുഭവത്തിലൂടെ ഞാനത് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ ഈ ബിന്ദു എന്ന കഥാപാത്രത്തിന്റെ യാത്ര മാം കൂടെ കാണുകയും സിനിമ 26 റിലീസാവണം. അപ്പൊ ഇവളുടെ യാത്രയിൽ അവള് പിന്നെ ഒരു വഴിയിൽ കിട്ടുന്ന ഒരു കുഞ്ഞിന് അമ്മയാകുകയാണ്. വൃദ്ധസദനങ്ങളിലും മെന്റൽ അസൈലങ്ങളിലും ഒരു വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അവളുടെ ഒരു സ്കിൽ അവൾ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന കാശ് വോളണ്ടറി ആയിട്ട് മീൻസ് ചാരിറ്റി ലൈഫിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ബിന്ദുവിന്റെ ഒരു യാത്ര അത് ഒരു സ്ത്രീകൾക്ക് ഒരു മാതൃകയാവണം. ഒരു സാധാരണ സ്ത്രീ തൊഴിലുറപ്പ് BPL നിൽക്കുന്ന അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഇതാകാമെങ്കിൽ എന്തുകൊണ്ട് എല്ലാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ആ ബോധ്യമുള്ള സ്ത്രീകൾക്ക് മുൻപോട്ട് വന്നുകൂടാ? അതാണ് ഇതിന്റെ ഒരു മെസ്സേജ്. തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും 26 മാം തിയേറ്ററിൽ റിലീസ് ആവും ലേഡി വിത്ത് ദ വിങ്സ്. മാം വന്ന് കാണുകയും അതിനകത്ത് അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു സോ മച്ച്. വെൽക്കം.